2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ മുന്നേറ്റം എങ്ങനെയെന്ന് നോക്കിയാലോ? എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ചാത്തന്നൂര്, നേമം, കഴക്കൂട്ടം മണ്ഡലങ്ങളിൽ ബി.ജെ.പി വിജയിക്കുകയുണ്ടായി. 6 മണ്ഡലങ്ങളിലാണ് ബി.ജെ.പി രണ്ടാം സ്ഥാനത്ത് വന്നത്. അതിൽ മഞ്ചേശ്വരം, കാസർഗോഡ്, പാലക്കാട്, മലമ്പുഴ, തിരുവല്ല, ആറ്റിങ്ങൽ. ഇതോടൊപ്പം തന്നെ ഈ മണ്ഡലങ്ങളടക്കം 31 നിയോജക മണ്ഡലങ്ങളിലാണ് ബി.ജെ.പി എൻ.ഡി.എ 30,000 വോട്ടിൽ കൂടുതൽ സമാഹരിച്ചത്. ഈ മണ്ഡലങ്ങൾ യഥാക്രമം മഞ്ചേശ്വരം, നേമം, കാസർഗോഡ്, ചാത്തന്നൂര്, പാലക്കാട്, മലമ്പുഴ, കഴക്കൂട്ടം, ആറ്റിങ്ങൽ, നാട്ടിക, തിരുവല്ല, ഒറ്റപ്പാലം, കുന്നത്തുനാട്, കോഴിക്കോട് നോർത്ത്, നെടുമങ്ങാട്, കാട്ടാക്കട, മണലൂർ, ചേലക്കര, വട്ടിയൂർക്കാവ്, പൂഞ്ഞാർ, പാല, തിരുവനന്തപുരം, ആറന്മുള, കുന്നമംഗലം, ഷൊർണൂര്, ചിറയൻകീഴ്, കോഴിക്കോട് സൗത്ത്, കരുനാഗപ്പള്ളി, ഏലത്തൂർ, സുൽത്താൻ ബത്തേരി, ഹരിപ്പാട്, ചെങ്ങന്നൂർ എന്നിവയാണ്. ഈ 31 മണ്ഡലങ്ങളും അതോടൊപ്പം തന്നെ 20,000, 25,000 മുകളിൽ വോട്ട് കിട്ടിയ ഒരു 20 മണ്ഡലങ്ങളും കൂടി ഈ വരുന്ന 5 വർഷക്കാലം ബി.ജെ.പി കൃത്യമായ ഒരു പ്ലാനിങ്ങോടുകൂടി അവിടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് കഴിഞ്ഞാൽ അടുത്ത 5 വർഷം കഴിയുമ്പോൾ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് ശക്തമായ ഒരു മുന്നേറ്റം ഈ കേരളത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്.